ശ്രദ്ധിക്കുക, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്ക് എനർജി തിയറമാണ്. വർക്ക് എനർജി തിയറം അത് ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്വസ്റ്റ്യനും കണക്ട് ചെയ്ത് വരാറുണ്ട്. ഡയറക്റ്റ് അല്ലെങ്കിൽ കൂടി ഇൻഡയറക്റ്റ് ആയിട്ട് ഈ വർക്ക് എനർജി തിയറം നമുക്ക് പല ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വർക്ക് എനർജി തിയറം. ഈ വർക്ക് എനർജി തിയറം പറയുന്നത് വെച്ചാണ് നെറ്റ് വർക്ക് ഡൺ ഈസ് ഓൾവേസ് ഈക്വൽ എന്താണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. നെറ്റ് വർക്ക് ഡൺ ഈസ് ഓൾവേസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി അല്ലേ. നെറ്റ് വർക്ക് ഡൺ on a body is always equal to net work done by a force on a body is always equal to change in kinetic energy. അവിടെ പൊട്ടൻഷ്യൽ ഒന്നും ഇല്ലെങ്കിൽ ഒരേ ഹൈറ്റിലാണെങ്കിൽ ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണ ഇത് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, വർക്ക് ഡൺ ഇസ് ഈക്വൽ ഇൻ്റഗ്രൽ എഫ് ഡി എക്സ്. ഓക്കെ, ഇൻ്റഗ്രൽ എഫിന് പകരം എം എ ഇൻറ്റു ഡി എക്സ് അല്ലേ, ഫോഴ്സിന് പകരം മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് ഈക്വൽ ഇൻ്റഗ്രൽ എം ഇൻറ്റു ആക്സിലറേഷൻ വരും ഡി വി ബൈ ഡി ടി ഇൻറ്റു ഡി എക്സ്. ആരാണ് ഡി എക്സ് ബൈ ഡി ടി? വെലോസിറ്റി. അപ്പോൾ W ഇസിക്കൽ എം ഇൻറ്റു വി ഡി വി അല്ലേ, കാരണം ഡി എക്സ് ബൈ ഡി ടി വെലോസിറ്റി ആവും. ഇതിൻ്റെ ലിമിറ്റ് ലോവർ ലിമിറ്റ് യു, അപ്പർ ലിമിറ്റ് വി കൊടുക്കുക അല്ലേ, കാരണം എം വി ഡി വി വെലോസിറ്റി ഈസ് ചേഞ്ചിങ്. സോ വെലോസിറ്റിൻ്റെ ലോവർ ലിമിറ്റ് ഇനീഷ്യൽ വെലോസിറ്റി യു, അപ്പർ വെലോസിറ്റി വി. അപ്പോൾ വർക്ക് ഇസ് ഈക്വൽ ടു എം കോൺസ്റ്റൻറ്റ് വി സ്ക്വയർ ബൈ 2, ലോവർ ലിമിറ്റ് യു, അപ്പർ ലിമിറ്റ് വി. ശരിയല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോഴാണ് എന്ത് കിട്ടുക, എം വി സ്ക്വയർ ബൈ 2 മൈനസ് എം യു സ്ക്വയർ ബൈ 2. ഇത് തന്നെയാണ് എന്ത് കിട്ടുക, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇതാരാണ്, ഡെൽറ്റ കെ ആണ് അല്ലേ. കൈനറ്റിക് എനർജി ഇതെന്താ കിട്ടുക, കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ. ഇതാണ് ഡെൽറ്റ കെ. അപ്പോൾ ഇതാണ് വർക്ക് എനർജി തിയറം പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ വർക്ക് എനർജി തിയറം പറയുന്നതാണ് നെറ്റ് വർക്ക് ഡൺ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി, ഹാഫ് എം യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി. സോ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ത് കിട്ടും, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് വർക്ക് എനർജി തിയറം. ക്ലിയർ? അപ്പോൾ ഈ വർക്ക് എനർജി തിയറം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നോളന്നില്ല, കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചിലപ്പോൾ മൊമെന്റം വെച്ച് കണക്ട് ചെയ്യാം. കാരണം കൈനറ്റിക് എനർജി മൊമെന്റം തമ്മിലുള്ള റിലേഷൻ എന്താണ്, എടാ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ എന്താണ്, പി സ്ക്വയർ ബൈ 2m അല്ലേ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ പി സ്ക്വയർ ബൈ 2m. അപ്പോൾ ഈ വർക്ക് എനർജി തിയറം നമുക്ക് ആരുമായിട്ട് കണക്ട് ചെയ്യുക, മൊമെന്റവുമായിട്ട്. അപ്പോൾ എന്താ കിട്ടുക, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക, 1/2m കോൺസ്റ്റന്റ് അല്ലേ, 1/2m ഇൻറ്റു പി എഫ് സ്ക്വയർ മൈനസ് പി ഐ സ്ക്വയർ ഉപയോഗിക്കാം. ശരിയല്ലേ? കാരണം 1/2m കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി എന്താണ്, പി സ്ക്വയർ ബൈ 2m ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്ത് വരും, പി ഐ സ്ക്വയർ ബൈ 2m. കൈനറ്റിക് എനർജി ഫൈനൽ എന്ത് വരും, പി എഫ് സ്ക്വയർ ബൈ 2m. അതിൽ 1/2m കോമൺ. അപ്പോൾ പി എഫ് സ്ക്വയർ മൈനസ് പി ഐ സ്ക്വയർ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? പിന്നെ അതേപോലെ തന്നെ ഇതാണ് ഒരു കണക്ഷൻ. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വന്നു വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഇയാളെ ഏരിയ കണ്ട എന്ത് കിട്ടും, ഏരിയ ഓഫ് എഫ് എസ് ഗ്രാഫ്. എടാ എഫ് എസ് ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, വർക്ക് ഡൺ കിട്ടും അല്ലേ. ഏരിയ ഓഫ് എഫ് എസ് ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ നമുക്ക് വർക്ക് കിട്ടും. ഈ വർക്ക് ആർക്ക് തുല്യമായിരിക്കും, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റും ചില ക്വസ്റ്റ്യനിൽ. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എപ്പോഴും ആരായിരിക്കും, വർക്ക് ആയിരിക്കും. ആ വർക്ക് കണ്ടാൽ ആർക്ക് തുല്യമായിരിക്കും, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ ഒരു പ്രാവശ്യത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിന്, ഇതേപോലെ ഗ്രാഫിൽ നിന്ന് ഫൈനൽ വെലോസിറ്റി കാണാൻ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ഫോമിൽ ഈ ഡെൽറ്റ കെ വരെ ഇയാളെ കൊടുക്കുക, എന്നിട്ട് ബാക്കി ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്തിട്ട് ഫൈനൽ വെലോസിറ്റി കാണാൻ പറ്റും. ക്ലിയർ? പിന്നെ അതേപോലത്തെ ഇവരെ കണക്ട് ചെയ്യുന്ന വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അടുത്തതൊക്കെ സ്പെഷ്യൽ പോയിന്റ്സ് എന്നായിട്ട് എഴുതിയാൽ മതി അല്ലേ. സ്പെഷ്യൽ പോയിന്റ്സ് എന്നിട്ട് ഓരോന്ന് നോട്ട് ചെയ്താൽ മതി. അടുത്ത എന്താ വെച്ചാൽ നമുക്കൊരു എഫ് ടി ഗ്രാഫ് വന്നു വിചാരിക്കാം, ഫോഴ്സ് ടൈം ഗ്രാഫ് വന്നു വിചാരിക്കാം. എടാ ഈ ഫോഴ്സ് ടൈം ഗ്രാഫിന്റെ എന്തായാലും ഏരിയ ആണ് കാണുന്നത് അല്ലേ. എടാ എഫ് ടി ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ, ഏരിയ ഓഫ് എഫ് ടി ഗ്രാഫ് ഏരിയ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പൾസ് കിട്ടും. ശരിയാണോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലോസ് ഓഫ് മോഷൻ. ഇത് ലോസ് ഓഫ് മോഷനുമായിട്ടുള്ള ഒരു കണക്ഷനാണ്.
എഫ് ടി ഗ്രാഫ് വന്നാൽ ഫോഴ്സ് ടൈം ഗ്രാഫ് ആണെന്ന് വിചാരിക്കും. ഇത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫാണ്, മാറിപ്പോകരുത്, ഡാറ്റയൊക്കെ കൃത്യമായിട്ട് എഴുതണം. ഓക്കെ, ഇത് ഫോഴ്സ് ടൈം ഗ്രാഫ്. ഫോഴ്സ് ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ ഏരിയ ഓഫ് ഫോഴ്സ് ടൈം ഗ്രാഫ്, ഏരിയ ഓഫ് ഫോഴ്സ് ടൈം ഗ്രാഫ് ഇമ്പൾസ് ആണ്. ഇമ്പൾസ് നിങ്ങൾ പഠിച്ചത് ആരാണ്? ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. ഇമ്പൾസ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ആരാണ്? ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. അത് ആരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? കൈനറ്റിക് എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം കൈനറ്റിക് എനർജി എന്താണ് വരിക? കൈനറ്റിക് എനർജി ഇസ് p²/2m. അപ്പോൾ ഡെൽറ്റ കെ ഇ എന്ത് വരും? ഡെൽറ്റ കെ ഇ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെൽറ്റ p²/2m. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്താണ്? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം അല്ലേ? അതിന് നമുക്ക് എന്തിലേക്ക് പോകാൻ പറ്റും? കൈനറ്റിക് എനർജിയിലേക്ക് പോകാൻ പറ്റും. കൈനറ്റിക് എനർജിയിൽ നിന്ന് വർക്ക് ഡണിലേക്കൊക്കെ പോകാൻ പറ്റും. ശരിയാണോ? അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യാറുണ്ട്. അതിന് അടുത്ത് ഞാൻ പറയുന്നത് കൈനറ്റിക് എനർജി ഇൻ ഫ്ലൂയിഡ് ആണ്. കൈനറ്റിക് എനർജി ഇൻ ഫ്ലൂയിഡ് ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ കൈനറ്റിക് എനർജി എന്താണ്? ½ mv² ആണ്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞപ്പോൾ ഇതേപോലത്തെ ഒരു പൈപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതേപോലത്തെ ഒരു പൈപ്പിൻ്റെ അകത്ത് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. കൈനറ്റിക് എനർജി ഇൻ ഫ്ലൂയിഡ് അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഇൻ ലിക്വിഡ് എന്നൊക്കെ പറയാം. അപ്പോൾ കൈനറ്റിക് എനർജി ഇൻ ഫ്ലൂയിഡ് എങ്ങനെ കണ്ടുപിടിക്കുക? സാധാരണ കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ½ mv². കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ½ mv². ക്ലിയർ? നമ്മൾ സാധാരണ മാസിന് നമുക്ക് എന്താ എഴുതാം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? മാസ് മാറിപ്പോയത് സ്മോൾ ലെറ്റർ വി ആർ ആണ് വെലോസിറ്റി, ക്യാപിറ്റൽ ലെറ്റർ വി ആർ ആണ് വോളിയം. മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഈ വോളിയത്തിന് നമ്മൾ എന്താ എഴുതാറുണ്ട്? എടാ ഈ സാധനത്തിന് നമുക്ക് എന്താ എഴുതാം? വി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. എ വി എന്ന് പറഞ്ഞ സംഭവം നമുക്ക് പഠിക്കാനുണ്ട്. റേറ്റ് ഓഫ് ഫ്ലോ. എ വി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോവിംഗ് പെർ സെക്കൻഡ് ആണ്. മാറിപ്പോയത് ഫ്ലൂയിഡിൽ വരുന്ന ഒരു ഫോർമുലയാണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോവിംഗ് പെർ സെക്കൻഡ് ഈസ് ഓൾവേസ് എ വി. ഏതാണ്? ഏരിയ ക്രോസ് സെക്ഷൻ. എ എന്ന് പറഞ്ഞാൽ ഏരിയ ക്രോസ് സെക്ഷൻ ആണ്. വി എന്താണ്? വെലോസിറ്റിയാണ്. ഈ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് വി. ക്ലിയർ? അപ്പോൾ നിങ്ങൾ അതിലൊരു ട്യൂബ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ട്യൂബിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ എ, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ വെലോസിറ്റി വി. അപ്പോൾ നമ്മൾ സാധാരണ എ വി, ഇത് ശരിക്കും ഫ്ലൂയിഡ്സിലാണ് നമ്മൾ പഠിക്കുക. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എ വി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ആണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ഇസ് വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോവിംഗ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ വോളിയത്തിന് വരെ നമുക്ക് എന്തെടുക്കാം? റോ ഇൻറ്റു വോളിയത്തിന് വരെ എന്ത് വരും? എ വി ടി വരും. എ സ്മോൾ ലെറ്റർ വി ടി. സ്മോൾ ലെറ്റർ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. ക്ലിയർ? സ്മോൾ ലെറ്റർ വി എന്ന് പറഞ്ഞാൽ ആരാണ്? വെലോസിറ്റി. മാറിപ്പോരുത്. ഓക്കെ, അപ്പോൾ വോളിയത്തിന് പകരം എന്താണ്? വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോവിംഗ് പെർ സെക്കൻഡ് ആണ് എ വി. ഏരിയ ക്രോസ് സെക്ഷൻ ടു വെലോസിറ്റി. അത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ഇന്ന് വോളിയം എ വി ടി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കൈനറ്റിക് എനർജി ഈസ് ½ ഇൻറ്റു എം ഇൻറ്റു എന്താ സംഭവിക്കുക? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എം ഇൻറ്റു വി, അല്ല മാസ് മാറില്ലേ? ഹാഫ് ഇൻറ്റു എമ്മിന് വരെ എന്ത് വരും? റോ എ വി ടി ഇൻറ്റു വി സ്ക്വയർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവസാനം എന്ത് കിട്ടും? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ റോ എ വി ക്യൂബ് ടി. വി ക്യൂബ് ടി. ഇതാണ് ഫ്ലൂയിഡിലെ കൈനറ്റിക് എനർജിയുടെ ഫോർമുല. സോ ദ കൈനറ്റിക് എനർജി ഇൻ ഫ്ലൂയിഡ് ചോദിച്ചു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഈസ് ½ റോ എ വി ക്യൂബ് ടി. റോ എന്ന് പറഞ്ഞാൽ ലിക്വിഡിന്റെ ഡെൻസിറ്റി, എ എന്ന് പറഞ്ഞാൽ ഫ്ലോ ചെയ്യുന്ന ട്യൂബിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, വി എന്ന് പറഞ്ഞാൽ അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി, ടി എന്ന് പറഞ്ഞാൽ ടൈം. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് കൈനറ്റിക് എനർജി ഇൻ ഫ്ലൂയിഡിന്റെ ഫോർമുല. ½ റോ എ വി ക്യൂബ് ടി. ക്ലിയർ ആണോ? പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ 1 ഡയമെൻഷനിൽ പഠിച്ചിട്ടുള്ള ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അല്ലേ? നമ്മൾ സാധാരണ 1 ഡയമെൻഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എസ് പ്രപ്പോർഷണൽ ടു യു സ്ക്വയർ ആണ്. പഠിച്ചില്ലേ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അല്ലെ? ഒരു സർട്ടിൻ ഇപ്പോൾ 10 മീറ്ററിൽ ഇപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡിൽ പോയപ്പോൾ 10 മീറ്ററിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ 40 ഡബിൾ ആക്കിയാൽ എത്രയാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും ഇനീഷ്യൽ വെലോസിറ്റി 1 ഡയമെൻഷനിൽ വരുന്നതാണ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എസ് പ്രപ്പോർഷണൽ ടു ആരാണ്? യു സ്ക്വയർ. നമുക്കറിയാം കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി ½ mv² അല്ലേ? എന്നാലും ഹാഫും എമ്മും കോൺസ്റ്റന്റ് അല്ലേ? അല്ലേ? അപ്പോൾ നമുക്കറിയാം എസ് പ്രപ്പോർഷൻ യു സ്ക്വയർ ആണെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എസ് പ്രപ്പോർഷൻ എന്ത് വരും? കെ ഇ വരും. എസ് പ്രപ്പോർഷൻ എന്ത് വരും? കെ ഇ വരും. ശരിയല്ലേ? എസ് പ്രപ്പോർഷണൽ ടു കെ ഇ വരും. ക്ലിയർ? അപ്പോൾ കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പ്രപ്പോർഷണൽ p² മൊമെന്റം പറ. കാരണം കൈനറ്റിക് എനർജി p²/2m അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്
യെസ്, ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു യു സ്ക്വയർ. പിന്നെ ഹാഫ് എം യു സ്ക്വയർ വരുമ്പോൾ ബാക്കിയൊന്നും മാറുന്നില്ല. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്നാൽ പി സ്ക്വയർ ബൈ 2m. അപ്പോൾ അവരെ കണക്ട് ചെയ്യുന്ന റിലേഷൻ ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു കൈനറ്റിക് എനർജി, ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു പി സ്ക്വയർ. ക്ലിയർ ആണോ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വർക്ക് എനർജി തിയറവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എ ബോഡി ഓഫ് മാസ്, a body of mass 4 kilogram moving with a momentum a body of mass 4 kilogram moving with a momentum 8 kilogram meter per second. A force of 0.2 Newton act on it. A force of 0.2 Newton act on it for 10 seconds. For 10 seconds. Calculate delta, change in kinetic energy. Calculate delta K, change in kinetic energy. അപ്പോൾ എന്താ പറഞ്ഞത്? A body of mass 4 കിലോഗ്രാം. അപ്പോൾ ആ ബോഡിൻ്റെ മാസ് എത്രയാണ്? 4 കിലോഗ്രാം. മൂവിങ് വിത്ത് എ മൊമെൻറ്റം. അപ്പോൾ ഇനീഷ്യൽ മൊമെൻ്റ് എത്രയാണ്? അവിടെ ഇനീഷ്യൽ മൊമെൻ്റ് ആണ് 8 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ? ഇനീഷ്യൽ മൊമെൻറ്റം. അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണ്? എഫ് 0.2 ന്യൂട്ടൺ. എത്ര സമയത്തേക്ക്? 10 സെക്കൻഡ്. 10 സെക്കൻഡ്. ശരിയല്ലേ? അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം? എടാ ഫോഴ്സും ടൈമും കിട്ടിയ ഇമ്പൾസ് അല്ലേ? ഇമ്പൾസ് എങ്ങനെയാണ് കാണാം? ഇമ്പൾസ് ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി ആണ്. ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഇത് ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ്. ശരിയല്ലേ? ചേഞ്ച് ഇൻ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻ്റം. ശരിയല്ലേ? നിങ്ങൾ ലോസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ടാവും. ഫോഴ്സ് ഇൻറ്റു ടൈം എഫ് ടി അല്ല, അതുകൊണ്ടല്ല ഏരിയ നമ്മൾ കാണുന്ന കാരണം. അപ്പോൾ എഫ് ടി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം, എഫ് ഇൻറ്റു ടി ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പൾസ് കിട്ടും. ഇമ്പൾസ് ആർക്ക് തുല്യമാണ്? ചേഞ്ച് ഇൻ മൊമെൻ്റം, ഫൈനൽ മൊമെൻ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻ്റം. അപ്പോൾ എഫ് വന്നിട്ടില്ലേ? എത്രയാണ്? 0.2 ഇൻറ്റു ടൈം എത്രയാണ്? 10 ഈക്വൽ ടു പി എഫ് മൈനസ് എത്രയാണ്? ഇനീഷ്യൽ മൊമെൻ്റം 8 അല്ലേ? ഇനീഷ്യൽ മൊമെൻ്റം 8. അപ്പോൾ അത് എത്ര കിട്ടുക? 2 ഈക്വൽ ടു പി എഫ് മൈനസ് 8. അപ്പോൾ പി എഫ് എന്ത് കിട്ടും? പി എഫ് സീക്കർ എന്താ കിട്ടുക? പി എഫ് എന്ന് പറഞ്ഞാൽ 8 ഇങ്ങോട്ട് വരും, 10 വരും. ഫൈനൽ മൊമെൻ്റം 10 കിട്ടി. ക്ലിയർ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. എങ്ങനെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എങ്ങനെ കണ്ടുപിടിക്കുക? കൈനറ്റിക് എനർജി പി സ്ക്വയർ ബൈ 2m അല്ലേ? അപ്പോൾ 1/2m ഇൻറ്റു പി എഫ് സ്ക്വയർ മൈനസ് പി ഐ സ്ക്വയർ അല്ലേ? കാരണം കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജിൻ്റെ ഫോർമുല കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ പി സ്ക്വയർ ബൈ 2m ആണ്. അപ്പോൾ 1/2m കോമൺ. ഡെൽറ്റ ആണെങ്കിൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ പി എഫ് സ്ക്വയർ മൈനസ് പി ഐ സ്ക്വയർ. അപ്പോൾ 1/2 ഇൻറ്റു എത്രയാണ് മാസ്? മാസ് 4 അല്ലേ? മാസ് 4. പി എഫ് സ്ക്വയർ മൈനസ് പി ഐ സ്ക്വയർ. പി എഫ് എത്രയാണ്? പി എഫ് 10 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ അല്ലേ? അപ്പോൾ 1/8 ഇൻറ്റു എത്രയാണ്? 100 മൈനസ് 64 അല്ലേ? അപ്പോൾ 100 മൈനസ് 64 എന്ന് പറഞ്ഞാൽ 36/8 വരും അല്ലേ? 36/8. 36/8 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 4/8 9/2 വരില്ലേ? 4.5 ആണോ? 4.5. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എത്ര വരും? 4.5 ജൂൾ വരും. ക്ലിയർ ആണോ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 4.5 ജൂൾ. അപ്പോൾ അതൊക്കെ കൈനറ്റിക് എനർജി മൊമെൻ്റ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്താണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ബ്ലോക്ക് ഓഫ് വുഡ് ഓഫ് മാസ് 2 kilogram. A block of wood of mass 2 kilogram lying on a table. സ്മൂത്ത് എന്നാട്ടോ. സ്മൂത്ത് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഇല്ലാത്ത ടേബിൾ ആട്ടോ. ലൈങ് ഓൺ എ സ്മൂത്ത് ടേബിൾ. ഫോഴ്സ് ഓഫ് 8 ന്യൂട്ടൺ. ഫോഴ്സ് ഓഫ് 8 ന്യൂട്ടൺ അപ്ലൈഡ് it for 10 seconds. Force of 8 Newton applied it for 10 seconds. Calculate kinetic energy. Calculate kinetic energy. Clear?
അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. എന്താണ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല? കൈനറ്റിക് എനർജി ഈക്വൽ ഹാഫ് mv². കൈനറ്റിക് എനർജി ഈക്വൽ ഹാഫ് mv². ക്ലിയർ? പക്ഷെ നമുക്ക് മാസ് തന്നിട്ടുണ്ട് അല്ലേ? വെലോസിറ്റി അറിയോ? ഇല്ല. ആ വെലോസിറ്റി അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? v = 8 Newton അപ്ലൈഡ് ഫോർ 10 സെക്കൻഡ് അല്ലേ? അപ്പോൾ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ഹാഫ് mv². നമുക്ക് അതിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിച്ചൂടെ? സോ ആക്സിലറേഷൻ a = f/m അല്ലെ? ഫോഴ്സ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ആ ബ്ലോക്കിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എത്ര വരിക? a = f/m. f എത്രയാണ്? 8. 8/2 എത്ര കിട്ടുക? 4 m/s². അല്ലേ? v കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? u + at. v കാണാൻ v = u + at. ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് 0 എടുക്കുക, ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? അതിനുശേഷം ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ആയിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ 0 + 4 × 10 40 കിട്ടും. ക്ലിയർ? അപ്പോൾ കൈനറ്റിക് എനർജി = ½ × 2 × 40 × 40 1600 ജൂൾ. ശ്രദ്ധിക്കുക, നമുക്ക് വർക്ക് എനർജിയുമായി ബന്ധപ്പെട്ട് ഒരു 3 എക്സാമ്പിൾസും കൂടി നോക്കാം. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് 1 കിലോഗ്രാം അല്ലേ? പാർട്ടിക്കിളിൻ്റെ മാസ് എത്രയാണ്? 1 കിലോഗ്രാം. മൂവിങ് എലോങ് എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ഒരു ഫംഗ്ഷൻ ആയിട്ട് കൊടുത്തിട്ട് എക്സ് = ½ t² അല്ലേ? ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് വെൻ t = 0 to 3 സെക്കൻഡ്. അപ്പോൾ ടൈം 0 മുതൽ 3 സെക്കൻഡ് ആകുമ്പോൾ ഉള്ള വർക്കാണ് കാണുന്നത്. അപ്പോൾ വർക്ക് കാണാൻ നമുക്ക് എളുപ്പത്തിൽ വർക്ക് ഡൺ = ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലേ? വർക്ക് എനർജി തിയറം പ്രകാരം വർക്ക് ഡൺ = ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് ഇത് എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അല്ല. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ v = എന്ത് കിട്ടും? dx/dt. dx/dt എന്ന് പറഞ്ഞാൽ ½ × 2t. അപ്പോൾ t കിട്ടും അല്ല? അപ്പോൾ വെലോസിറ്റി നമുക്ക് t m/s കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ വെലോസിറ്റി v = t m/s ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ. ഇനി ആദ്യത്തെ സമയത്തിനാണ് ടൈം 0. ഇവിടെ ടൈം 0 കൊടുക്കുമ്പോൾ നിങ്ങളെ വെലോസിറ്റി ആരാവും? ഇനീഷ്യൽ വെലോസിറ്റി 0 തന്നെ കിട്ടും. കാരണം ടൈം 0 കൊടുത്തു കഴിഞ്ഞാൽ 0 തന്നെ കിട്ടും. ഇനി അടുത്ത ടൈം എത്ര കൊടുക്കുക? 3 സെക്കൻഡ് കൊടുക്കുക. ടൈം 3 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി എത്ര കിട്ടും? 3 m/s കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ എക്സ് എന്നുണ്ട് ½ t². ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ വെലോസിറ്റി കിട്ടി t. ഇനി ആദ്യം അവർ പറഞ്ഞത് എന്താണ്? വർക്ക് കാണണം 0 മുതൽ 3 സെക്കൻഡ് വരെ. അപ്പോൾ ടൈം ഞാൻ ആദ്യം 0 കൊടുത്തു. 0 കൊടുത്തപ്പോൾ ഇവിടെ 0 വന്നു. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയി. ടിക്ക് 3 കൊടുത്തപ്പോൾ t 3 സെക്കൻഡ് ആയി. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. വർക്ക് ഡൺ അല്ല കണ്ടത്. സോ വർക്ക് ഡൺ = ½ mv² - ½ mu² അല്ലേ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ mv² - ½ mu². എന്തായാലും ഇനീഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് അയാളെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അപ്പോൾ വർക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? വർക്ക് ഡൺ = ½ mv². എത്രയാണ് മാസ്? 1 × 9 വരും. അപ്പോൾ 9/2 എത്ര കിട്ടും? 4.5 ജൂൾ വരും. ശരിയാണോ? 4.5 ജൂൾ വരും. ക്ലിയർ ആയല്ലോ? ജസ്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക? വർക്ക് എനർജി തിയറമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. ഓക്കെ. ഇനി അടുത്ത എക്സാമ്പിൾ എന്താണ്? എ ബുള്ളറ്റ് വെയിങ് 10 ഗ്രാം. അപ്പോൾ ബുള്ളറ്റിന്റെ മാസ് എത്രയാണ്? ബുള്ളറ്റിന്റെ മാസ് എന്ന് പറയുന്നത് 10 ഗ്രാം. അപ്പോൾ 10 × 10⁻³ കിലോഗ്രാം അല്ലേ? 10 × 10⁻³ കിലോഗ്രാം ഈസ് ഫയേർഡ് വിത്ത് എ വെലോസിറ്റി. ഫയേർഡ് വിത്ത് എ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളെ ഇനീഷ്യൽ വെലോസിറ്റിയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? യു എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 800 m/s. ശരിയല്ലേ? ആഫ്റ്റർ പാസിംഗ് ത്രൂ എ മഡ് വാൾ 1 മീറ്റർ തിക്ക്. അപ്പോൾ 1 മീറ്റർ തിക്കുള്ള മഡ് വാളാണ് അല്ലേ? അപ്പോൾ എ ബുള്ളറ്റ് വെയിങ് 10 gram ഈസ് ഫയേർഡ് വിത്ത് എ വെലോസിറ്റി 800 m/s. ആഫ്റ്റർ പാസിംഗ് ത്രൂ എ മഡ് വാൾ 1 മീറ്റർ തിക്ക്. അപ്പോൾ അത് എസ് ആണ് 1 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് 1 എടുക്കുക. കാരണം 1 മീറ്റർ തിക്നെസ് ആണ് ആ മഡ് വാളിനുള്ള. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യുന്നാൽ 1 മീറ്റർ ആയിരിക്കും ആ ബുള്ളറ്റ് പാസ് ചെയ്തത്. 1 മീറ്റർ തിക്ക്. ഇറ്റ്സ് വെലോസിറ്റി ഡിക്രീസസ് ടു. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 800 ആണെങ്കിൽ ഇപ്പം എത്രയായി? 100 m/s ആയി. ഫൈൻഡ് ദ ആവറേജ് ഫോഴ്സ്. റെസിസ്റ്റീവ് ഫോഴ്സ് എഫ് ആണ് കാണേണ്ടത്. ക്ലിയർ? അപ്പോൾ റിട്ടാർഡേഷൻ ആണ്. കാരണം ബുള്ളറ്റ് ഒരു മഡ് വാളിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ അതിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? എം എന്നുണ്ട് മാസ് ഓഫ് ബുള്ളറ്റ് 10 × 10⁻³ ബുള്ളറ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 800 m/s. 1 മീറ്റർ ആ മഡ് വാളിൽ ട്രാവൽ ചെയ്തപ്പോൾ 100 ആയിട്ട് കുറഞ്ഞു എഫ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഗെയിൻ
എന്ത് ചെയ്യുക, രണ്ട് വെലോസിറ്റി എന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യുക, വർക്ക് എനർജി തിയറം അപ്ലൈ. എന്താണ് വർക്ക് ഡൺ? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. പക്ഷെ നമുക്ക് വർക്കല്ല കണ്ടത്, ഫോഴ്സ് ആണ്. ആ വർക്കിന് എന്ത് എഴുതാം, FS എഴുതാം അല്ലേ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു എന്ത് വരും, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഹാഫ് mv² മൈനസ് ഹാഫ് mu². ശരിയല്ലേ? വർക്കിനേരം FS ഇസ് ഈക്വൽ ടു ഹാഫ് mv² മൈനസ് ഹാഫ് mu². ഫോഴ്സ് അല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ F ഇൻറ്റു S1 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാസ് എത്രയാണ്, 10 ഇൻറ്റു 10⁻³ അല്ലേ. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 10⁻³ പിന്നെ v² മൈനസ് u². v എത്രയാണ് എടാ, v ഫൈനൽ വെലോസിറ്റി 100 ആണ്. അപ്പോൾ 100² മൈനസ് 800² വരും അല്ലേ. 100² മൈനസ് 800² വരും. ക്ലിയർ? അപ്പോൾ എത്ര കിട്ടുക, ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 10⁻³ അല്ലേ, ഇൻറ്റു എത്ര കിട്ടും, 100 4 0 വരും. ക്ലിയർ അല്ലേ? 100² എന്ന് മറ്റേ എത്ര വരും, 64ഉം പിന്നെ എത്ര 0 വരും, 4 zeros വരും അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ആരെ പുറത്തേക്ക് എടുക്കാം, ഇതെന്ത് ചെയ്യുക, 1 മൈനസ് ഇത് 10⁻⁴ പുറത്തേക്ക് എടുക്കുക അല്ലേ. അപ്പോൾ എത്ര കിട്ടും, 1/2 ഇൻറ്റു 10 ഇൻറ്റു 10⁻³ ഇൻറ്റു എന്ത് ചെയ്യുക, 10⁴ നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ. 10⁴ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 10⁴ നമുക്ക് പുറത്തേക്ക് എടുത്താൽ അവിടെ ഉണ്ടാവുക മൈനസ് 1 മൈനസ് 64 എന്നാൽ മൈനസ് 63. എന്നാലും മൈനസ് വരും, കാരണം ഈ ഫോഴ്സ് എന്താണ്, ഒരു റിട്ടാർഡിങ് ഫോഴ്സ് ആണ്. ക്ലിയർ? അപ്പോൾ 10⁻⁴ഉം അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്താൽ മതി അല്ലേ. 10⁻³ 4 10 വരും അല്ലേ. 10 ഇൻറ്റു 10 100, 100/2 50, 50 ഇൻറ്റു 63 ആണ് വരുന്നത്. അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്, 50 ഇൻറ്റു 63 വരുമ്പോൾ ആൻസർ ഏകദേശം 3150. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3150 ന്യൂട്ടൺ ആണ് ആൻസർ കൊടുത്തുള്ളത്. 3150 ന്യൂട്ടൺ. ക്ലിയർ? ഒരു നെഗറ്റീവ് ഉണ്ടാകും, കാരണം ഇത് റിട്ടാർഡിങ് ഫോഴ്സ് ആണ്. ക്ലിയർ? റിട്ടാർഡിങ് ഫോഴ്സ്. ഇനി ഓപ്ഷനിൽ പ്ലസ് തോന്നുന്നെങ്കിൽ ആ പ്ലസ് എഴുതിയാൽ മതി. റിട്ടാർഡിങ് ഫോഴ്സ് ആയ കാരണം മൈനസ് വരിക അല്ലേ. കാരണം ഇത് സോൾവ് ചെയ്യുമ്പോൾ 10⁻⁴ 10⁻³ 10 വരും. 10 ഇൻറ്റു 10 100, 100/2 50, 50 ഇൻറ്റു 6 6×5 30. ഏകദേശം ഈ ആൻസർ തന്നെ കിട്ടും, 3150. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എന്താണ് പറഞ്ഞത്, എ ബ്ലോക്ക് ഓഫ് മാസ് 10 കിലോഗ്രാം. എ ബ്ലോക്ക് ഓഫ് മാസ് 10 കിലോഗ്രാം. അപ്പോൾ മാസ് എത്രയാണ്, 10 കിലോഗ്രാം. ഈസ് മൂവിങ് ഇൻ എക്സ് ഡയറക്ഷൻ വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് അല്ലേ. അപ്പോൾ അത് മൂവ് ചെയ്യുന്ന സ്പീഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്പീഡ് u കൊടുത്തിട്ടുണ്ട്, 10 m/s അല്ലേ. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ റിട്ടാർഡിങ് ഫോഴ്സ്. ഒരു റിട്ടാർഡിങ് ഫോഴ്സ് ആണ് കൊടുത്തത്. എഫ് എത്രയാണ് കൊടുത്തിട്ടുള്ളത്, -0.1x ആണ്. -0.1x എന്നുള്ള റിട്ടാർഡിങ് ഫോഴ്സ് കൊടുത്തു. ഡ്യൂറിങ് x is equal to 20 to x is equal to 30 meter. Calculate the final kinetic energy. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ, എ ബ്ലോക്ക് ഓഫ് മാസ് 10 kilogram is moving in x direction with a constant speed 10 m/s subjected to a retarding force F is equal to -0.1x Newton during x is equal to 20 meter to x is equal to 30 meter. Calculate final kinetic energy. അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ എന്താ അപ്ലൈ ചെയ്യുക, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജി വെച്ച് കഴിഞ്ഞാൽ ഹാഫ് mv² മൈനസ് ഹാഫ് mu² അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈനൽ കൈനറ്റിക് എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് എനർജി തിയറി അപ്ലൈ ചെയ്യുക. പക്ഷേ വർക്കിന് വരെ നമുക്ക് എന്തെടുക്കുക, ഫോഴ്സ് ആണ് തന്നത്. അപ്പോൾ എന്തെടുക്കുക, ഇന്റഗ്രൽ FdX എടുക്കുക. അപ്പോൾ ഇന്റഗ്രൽ FdX is equal to half mv² മൈനസ് ഹാഫ് mu² അല്ലേ. കാരണം വർക്കിന് വരെ ഒരു ഫംഗ്ഷൻ ആണ് തന്നത്. ഫംഗ്ഷൻ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഇന്റഗ്രൽ FdX. അപ്പോൾ ഇന്റഗ്രൽ എഫ് എത്രയാണ്, -0.1x ഇൻറ്റു dx അല്ലെ. ലിമിറ്റ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, 20 to 30 ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ശരിയല്ലേ? അപ്പോൾ ഫോഴ്സിന് പകരം റിട്ടാർഡിങ് ഫോഴ്സ് ആയ കാരണം മൈനസ്. അപ്പോൾ ലിമിറ്റ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, എക്സ് മാറുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, 20 to 30. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ -0.1 കോൺസ്റ്റന്റ് അല്ലേ. -0.1 കോൺസ്റ്റന്റ്, എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രേഷൻ x²/2 അല്ലെ. x²/2 ലിമിറ്റ് ഫ്രം 20 to 30 ഈക്വൽ ടു ΔKE ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ശരിയല്ലേ? കാരണം -0.1 കോൺസ്റ്റന്റ്, എക്സിന്റെ ഇന്റഗ്രേഷൻ x²/2
അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ പോരെ. അപ്പോൾ -0.1/2 അല്ലെ? 2 നമുക്ക് പുറത്തേക്ക് എടുത്തൂടെ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്താ വരിക? 30² മൈനസ് 20² ഈക്വൽ ടു ഡെൽറ്റ കെ ഇ. ക്ലിയർ? അപ്പോൾ അത് -0.1/2 ഇൻറ്റു 30² എന്ന് പറഞ്ഞാൽ എത്ര വരിക? 900 മൈനസ് 400 ഈക്വൽ ടു ഡെൽറ്റ കെ ഇ. അപ്പോൾ എത്ര കിട്ടുക? 900 മൈനസ് 400 500 വരും. 500/2 250 വരും അല്ലേ? അപ്പോൾ 250 ഇൻറ്റു -0.1 ഈക്വൽ ടു ഡെൽറ്റ കെ ഇ അല്ലേ? ഡെൽറ്റ കെ ഇ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡെൽറ്റ കെ ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പോൾ 250 ഇൻറ്റു 0.1 ഒരു മൈനസ് ഉണ്ട് അല്ലേ? ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ അതല്ല കണ്ടുപിടിക്കേണ്ടത്. മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആരാണ്? 12 mu². 12 ഇൻറ്റു 10 ഇൻറ്റു 10². ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് -25 അല്ലേ വരിക? -25 ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് ഇത് 5 10² എത്രയാണ്? 10² 100 100 ഇൻറ്റു 5 500 വരും അല്ലേ? 500. അപ്പോൾ കൈനറ്റിക് എനർജി ഫൈനൽ എന്താ കിട്ടുക? കൈനറ്റിക് എനർജി ഫൈനൽ ഇസ് ഈക്വൽ ടു -25 പ്ലസ് 500. അപ്പോൾ എത്ര കിട്ടും? 475 ജൂൾ. ശരിയല്ലേ? 475 ജൂൾ. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ വർക്ക് എനർജി തിയറംസ് അപ്ലൈ ചെയ്യാം. അടുത്ത നമ്മൾ കൺസർവേറ്റീവും നോൺ കൺസർവേറ്റീവും ഫോഴ്സുമായിട്ടുണ്ടായി അല്ലേ? അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് അല്ലേ? കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ പോയിന്റിനെ ഫൈനൽ പോയിന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. പാത്ത് ഇൻഡിപെൻഡൻറ്റ്, മറ്റേത് പാത്ത് ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അവിടെ ജനറലി പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അല്ല, ജനറലി പൊട്ടൻഷ്യൽ എനർജി യു. നമുക്കറിയാം എനർജി പൊസസ്ഡ് ഡ്യൂ ടു എന്താണ്? പൊസിഷൻ അല്ലെ? ഡ്യൂ ടു പൊസിഷൻ. എനർജി പൊസസ്ഡ് ഡ്യൂ ടു പൊസിഷൻ. സാധാരണ ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് യു, പൊട്ടൻഷ്യൽ എനർജി ഈസ് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് അല്ലെങ്കിൽ ഫോഴ്സ്. ഇവിടെ അവർ പറയുന്നത് വെച്ചാൽ ഫോഴ്സ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്നാണ്. നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ശ്രദ്ധിക്കുക, പൊട്ടൻഷ്യൽ എനർജി യു ഡ്യൂ ടു പൊസിഷൻ. അപ്പോൾ അതിന്റെ ജനറൽ ആയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ എന്താ പറയുന്നത്? ഫോഴ്സ്. ഫോഴ്സ് എന്നത് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴും പൊട്ടൻഷ്യൽ എനർജി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഫോഴ്സ് എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. അപ്പോൾ ഇൻ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ഫോഴ്സ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അതിന്റെ അർത്ഥം എഫ് ഇസ് ഈക്വൽ ടു -du/dr എന്നാണ് പറയുക. എഫ് ഇസ് ഈക്വൽ -du/dr. ഇതാണ് ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജി തമ്മിലുള്ള റിലേഷൻ. ഇതിനാണ് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഫോഴ്സ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അതാണ് എഫ് ഇസ് ഈക്വൽ എന്താണ്? -du/dr. -du/dr. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇതിനെ -∂u/∂xi പ്ലസ് ∂u/∂yj പ്ലസ് ∂u/∂zk. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്നാണ് പറയാം. ഇവിടെ ശ്രദ്ധിക്കുക, ശരിക്കും എന്താ കിട്ടിയത്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ, എഫ് ഇസ് ഈക്വൽ -du/dr. ഈ ആർ എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കും? ഇപ്പൊ നിങ്ങൾക്ക് ആർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നത്, ആർ ഇസ് ഈക്വൽ ടു x² പ്ലസ് y² z³ ആണെന്നായിരിക്കുക. അവിടെ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ തന്നതെന്ന് വിചാരിക്കുക. ക്ലിയർ? അപ്പൊ ഈ സാധാരണ ഈ ആർ എന്ന് പറഞ്ഞ ടേം അത് പൊസിഷൻ ടേംസിൽ ഇൻ ടേംസ് ഓഫ് XYZ ഒക്കെ വരാം. എക്സ് ഫംഗ്ഷൻ വരാം, വൈ ഫംഗ്ഷൻ വരാം, സെഡ് ഫംഗ്ഷൻ വരാം. അപ്പൊ ഇങ്ങനെ നമ്മൾ സാധാരണ എക്സ് മാത്രം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? dx/dt കാണും അല്ലെ? dx/dt കാണും. y മാത്രം വന്നാൽ dy/dt കാണും. z മാത്രം വന്നാൽ dz/dt കാണും. ക്ലിയർ അല്ലേ? പക്ഷെ ഇവരെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ, അതാണ് ഈ ഡോ. ഇങ്ങനെ എഴുതിയ ഡോ എന്നാണ് അല്ലെ? ഡോ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്നുള്ള അർത്ഥം. ക്ലിയർ? അപ്പോൾ -du/dr മൈനസ് ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് ഇപ്പൊ ഈ ആറിന് XYZ എന്നുള്ള കോമ്പണൻസ് ഉണ്ടെങ്കിൽ എഫ് എങ്ങനെയാണ്? -∂u/∂xi പ്ലസ് ∂u/∂yj പ്ലസ് ∂u/∂zk. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? എക്സിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. എളുപ്പമാണിത്.
ഡോ യു ബൈ ഡോ എക്സ് കാണാൻ പറഞ്ഞ അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട് ആർ സീക്കൽ എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ സ്ക്വയർ സെറ്റ് ക്യൂബ് ആണെന്ന് വിചാരിക്കുക. ഇയാളെ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അത് 2x സ്ക്വയർ വൈ ആയിക്കോട്ടെ. 2x സ്ക്വയർ വൈ പ്ലസ് വൈ സ്ക്വയർ സെറ്റ് ക്യൂബ് ആണെന്ന് വിചാരിക്കുക. ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആണ് നിങ്ങൾക്ക് തന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ എന്ത് ചെയ്യണം? പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ എന്ത് ചെയ്യുക? ആദ്യം എക്സിന് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ബാക്കി എല്ലാവരും കോൺസ്റ്റന്റ്. അപ്പോൾ 2 കോൺസ്റ്റന്റ്. ക്ലിയർ? എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ ആരാണ്? 2x. അവിടെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ 2x, y അതേപോലെ തന്നെ വെക്കുക കോൺസ്റ്റന്റ്. പ്ലസ് ഇനി ഞാൻ വിത്ത് റെസ്പെക്ട് എക്സ് ആണ് ചെയ്യുന്നത്, അപ്പോൾ വൈയും സെഡ് ഒക്കെ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡിഫറൻസിയേഷൻ ആരാണ്? 0. ഇതിനെ നമ്മൾ സാധാരണ എന്ത് ഡിഫറൻസിയേഷൻ എന്ന് പറയാ? പാർഷ്യൽ ഡിഫറൻസിയേഷൻ. മാറിപ്പോയത്. പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഡോ യു ബൈ ഡോ എക്സ് ചെയ്യാൻ പറഞ്ഞാൽ എക്സിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ബാക്കി എല്ലാവരും കോൺസ്റ്റന്റ്. ക്ലിയർ? അപ്പൊ 2 കോൺസ്റ്റന്റ് അതേപോലെ എഴുതി. എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ 2x, y കോൺസ്റ്റന്റ് അതേപോലെ എഴുതി. പ്ലസ് രണ്ടാമത്തെ ടേമിൽ എന്താ പ്രശ്നം? രണ്ടാമത്തെ ടേമിൽ എക്സ് ഇല്ല, അപ്പൊ വൈ സ്ക്വയറും സെറ്റ് ക്യൂബ് ഒക്കെ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് മാത്രം ഡിഫറൻസിയേഷൻ ആരാണ്? 0. അപ്പൊ നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് കിട്ടി. ക്ലിയർ? ഇനി ഇയാൾ ഡോ യു ബൈ ഡോ വൈ കാണാൻ പറഞ്ഞാലോ? എടാ, ഡോ യു ബൈ ഡോ വൈ കാണാൻ പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് വൈ എന്ന് പറഞ്ഞ സംഭവം മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ബാക്കി എല്ലാവരും കോൺസ്റ്റന്റ്. അപ്പൊ 2 കോൺസ്റ്റന്റ്, എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ്, വൈന്റെ ഡിഫറൻസിയേഷൻ 1. എടാ, വൈന്റെ ഡിഫറൻസിയേഷൻ 1 അല്ലേ? പ്ലസ് വൈ സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ 2y, സെഡ് ക്യൂബ് കോൺസ്റ്റന്റ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഡോ യു ബൈ ഡോ വൈ കിട്ടി. ക്ലിയർ? അപ്പൊ ഈ ഡോ യു ബൈ ഡോ വൈ കാണാൻ പറഞ്ഞാൽ ആരെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക? തന്ന ഫംഗ്ഷനിൽ വൈനെ മാത്രം, സാധാരണ ഡിഫറൻസിയേഷൻ പക്ഷെ പാർഷ്യലി ചെയ്യണം. വൈനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ബാക്കി എല്ലാവരും കോൺസ്റ്റന്റ്. അപ്പോൾ 2 കോൺസ്റ്റന്റ്, എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ ഇല്ല, എക്സ് സ്ക്വയറും കോൺസ്റ്റന്റ്, കാരണം ഡോ യു ബൈ ഡോ വൈ ആണ്. 2 കോൺസ്റ്റന്റ്, എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ്, വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക 1 പ്ലസ് വൈ സ്ക്വയറിന്റെ 2y, സെഡ് ക്യൂബ്. ക്ലിയർ? ഇനി ഡോ യു ബൈ ഡോ സെഡ് കാണാൻ പറഞ്ഞാലോ? ഡോ യു ബൈ ഡോ സെഡ് കാണാൻ പറഞ്ഞാൽ സെഡിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ 2 കോൺസ്റ്റന്റ്, എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ്, വൈ കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് സെഡ് ഒന്നും അവിടെ ഇല്ല. ദാറ്റ് മീൻസ് ആദ്യത്തെ ടേം കംപ്ലീറ്റ് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് മാത്രം ഡിഫറൻസിയേഷൻ 0. ക്ലിയർ? കാരണം വിത്ത് റെസ്പെക്ട് സെഡ് ആണ് ചെയ്യുന്നത്. ഇവിടെ സെഡില് ഇത് കോൺസ്റ്റന്റ്, ഇത് കോൺസ്റ്റന്റ്, ഇത് കോൺസ്റ്റന്റ്. പ്ലസ് അടുത്ത ടേമിൽ വൈ സ്ക്വയർ കോൺസ്റ്റന്റ് അതേപോലെ എഴുതി. സെഡ് ക്യൂബിന്റെ ഡിഫറൻസിയേഷൻ 3z സ്ക്വയർ. ക്ലിയർ? രണ്ടാമത്തെ ടേം നോക്കുമ്പോൾ കോൺസ്റ്റന്റിന്റെ ഫംഗ്ഷൻ ആണ്, അപ്പൊ കോൺസ്റ്റന്റ് അതേപോലെ എഴുതി. സെഡ് ക്യൂബിന്റെ 3z സ്ക്വയർ. ഇതിനെ നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ. എടാ, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുന്ന സമയത്ത് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് വരുന്നുണ്ട് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഒന്നൊരു എക്സാമ്പിൾ വരച്ചങ്ങോട്ട് എന്താണ് ഈ പാർഷ്യൽ ഡിഫറൻസിയേഷൻ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഫോഴ്സ് സീക്കൽ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ, എഫ് സീക്കൽ മൈനസ് ഡി യു ബൈ ഡി ആർ. ക്ലിയർ ആണോ? അപ്പൊ ഇന്ന് ഡി യു എങ്ങനെ കാണാം? ഇടത് ഡിഫറൻസിയേഷൻ അല്ലേ? ഡിഫറൻസിയേഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ആരും ഉണ്ടാവും? ഇന്റഗ്രേഷൻ ഉണ്ടാവും. അല്ല, ഡിഫറൻസിയേഷൻ വന്നാൽ അവിടെ ഇന്റഗ്രേഷൻ വരൂലേ? അപ്പൊ നമുക്ക് ഡി യു എന്താ കിട്ടുക? ഡി യു ഇസ് ഈക്വൽ, അല്ലെങ്കിൽ ഡി യു ഇസ് ഈക്വൽ മൈനസ് എഫ് ഡി ആർ കിട്ടൂലേ? ശരിയാണോ? എടാ, ഡി യു ഈ മൈനസ് ഇങ്ങോട്ട് വരും. അപ്പൊ ഡി യു ഇസ് ഈക്വൽ മൈനസ് എഫ് ഡി. അപ്പൊ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ആണോ? ഇന്റഗ്രൽ മൈനസ് എഫ് ഡി ആർ. ശരിയാണോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എടാ, യു തന്നിട്ട് എഫ് കാണാൻ പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എഫ് തന്നിട്ട് യു കാണാൻ പറഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. രണ്ട് റിവേഴ്സ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ ലോജിക്ക് നോക്ക്. എടാ, എന്താണ് ലോജിക്ക്? യു ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ആർ. എക്സ് ആണെങ്കിൽ എക്സ്, വൈ ആണെങ്കിൽ വൈ, സെഡ് ആണെങ്കിൽ സെഡ്. ഇനി മൂന്നും കൂടി വന്നാൽ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുക. ക്ലിയർ? ഇപ്പൊ ആറ് ഒള്ളി എക്സ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? സാധാരണ ഡിഫറൻഷിയേഷൻ ചെയ്യുക. ഇനി ആറിന് എക്സും വൈയും വന്നാലാണ് ഈ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ വരിക. ക്ലിയർ? അപ്പോ യു നിങ്ങൾക്ക് തന്നു, എന്നിട്ട് എഫ് കാണാൻ പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇനി ചിലപ്പം എഫ് തന്നിട്ട് യു കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? തിരിച്ച് റിവേഴ്സ് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് യു ഇസിക്കൽ മൈനസ് എഫ് ഡി ആർ. ക്ലിയർ? അപ്പോൾ സാധാരണ എഫ് ഇസിക്കൽ എന്താ വരിക? മൈനസ് ഡി യു ബൈ ഡി ആർ വരും. മൈനസ് ഡി യു ബൈ ഡി ആർ വരും. ക്ലിയർ? അപ്പൊ ഈ പൊട്ടൻഷ്യൽ എനർജി സാധാരണ എന്ത് വരും? പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, സീറോ വരാം. കൈനറ്റിക് എനർജി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കാരണം കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താണ്? കൈനറ്റിക് എനർജി ഈക്വൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. കൈനറ്റിക് എനർജി ഈക്വൽ ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് കോൺസ്റ്റന്റ്, മാസ് കോൺസ്റ്റന്റ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്വയർ വരും. വെലോസിറ്റി പോസിറ്റീവും വരാം, നെഗറ്റീവും വരാം, പക്ഷെ സ്ക്വയർ വന്നാൽ അത് പോസിറ്റീവ് ആവില്ലേ? അപ്പൊ കൈനറ്റിക് എനർജി എപ്പോഴും എന്താണ്?
കൈനറ്റിക് എനർജി ഈസ് ഓൾവേസ് പോസിറ്റീവ്. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, സീറോ വരാം. എടാ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് വന്നാൽ ആ ഫോഴ്സ് റിപ്പൽസീവ് ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് വന്നാൽ ഫോഴ്സ് അട്രാക്റ്റീവ്. നമ്മുടെ ഗ്രാവിറ്റേഷൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ? ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ സമയത്തൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആണ് സിമ്പൽ എങ്കിൽ, പോസിറ്റീവ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അത് റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. പ്ലസും തമ്മിലുള്ള എന്ത് ചെയ്യുക, ആൻസർ പ്ലസ് ആണ് കിട്ടുക അല്ലെ. പ്ലസ് ചാർജും മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് കിട്ടും, ഫോഴ്സ് റിപ്പൽസീവ് ആണ്. പക്ഷെ പ്ലസും മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് കിട്ടും, ഫോഴ്സ് അട്രാക്റ്റീവ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ സൈന് പോസിറ്റീവ് വന്നാൽ ആ ഫോഴ്സ് ആരായിരിക്കും? റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. നെഗറ്റീവ് വന്നാലോ അട്രാക്റ്റീവ് ഫോഴ്സും ആയിരിക്കും. നെഗറ്റീവ് വന്നാൽ എന്തായിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സും ആയിരിക്കും. നമ്മൾ സാധാരണ ഒരു ഗ്രാഫ് വരച്ചാൽ, ഇപ്പം ഇവിടെ ഞാൻ എഫ് എടുത്തു, ഇവിടെ ഞാൻ ആർ എടുത്തു വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഞാൻ യു പൊട്ടൻഷ്യൽ എനർജി എടുത്തു, ഇവിടെ യു ആട്ടോ, യു എടുത്തു വിചാരിക്കുക. നമുക്ക് സാധാരണ ഗ്രാഫ് ഇങ്ങനെ വരാറുണ്ട്, അതേപോലെ തന്നെ ഇങ്ങനെയും വരാറുണ്ട്. ക്ലിയർ? ഇതിൻ്റെ ഒരു മീനിങ് എന്താണ്? പ്ലസ്സിൽ കിട്ടിയ എന്താ അർത്ഥം? ഇതെന്താ ഫോഴ്സ്? എടാ യു പോസിറ്റീവ് എന്ന എന്താ അർത്ഥം? ഇത് റിപ്പൽസീവ് ഫോഴ്സ് ആണ്, ഇത് റിപ്പൽസീവ് ആണ്. ഇതെന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സും ആണ്. മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിക്കുക, യു എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യേജിന്റെ വാല്യൂ പോസിറ്റീവ് കിട്ടിയാൽ അത് എന്ത് ഫോഴ്സ് ആയിരിക്കും? റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആറ്, കാരണം ആറ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യേജ് കുറയല്ലേ ചെയ്യുക. അവിടെ എന്താ സംഭവിക്കുക? ആറ് കൂടി. എടാ ആറ് കൂടിയപ്പോൾ യുവിൻ്റെ വാല്യൂ എന്ത് ചെയ്തു? കുറഞ്ഞു. ക്ലിയർ? പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ആറ് കൂടിയപ്പോൾ യു കൂടുകയാണ് ചെയ്തത്, മാറിപ്പോയത്. അതാണ് റിപ്പൽസീവ് അട്രാക്റ്റീവ് നമ്മുടെ വ്യത്യാസം. റിപ്പൽസീവ് ഫോഴ്സിൽ എന്ത് സംഭവിക്കുന്നത്? ഇപ്പോൾ 100 ആണെങ്കിൽ 100, 50, 30 അങ്ങനെ കുറഞ്ഞു വരും. ദാറ്റ് മീൻസ് 6 കൂടുമ്പോൾ പൊട്ടൻഷ്യേജ് കുറയും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുക? എടാ ഇതിപ്പോൾ ഒരു -50 ആണെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു -10 ആയിട്ടുണ്ടാവും. ഇതിൽ ആരാണ് വലുത്? -50 ആണോ -10 ആണോ വലുത്? -10 ആണ് വലുത്. അപ്പോൾ 6 കൂടുമ്പോൾ യു കൂടും അട്രാക്റ്റീവ് ഫോഴ്സിൽ. ക്ലിയർ? അപ്പോൾ അത് മാറിപ്പോയത് റിപ്പൽസീവ് ആണെങ്കിൽ 6 കൂടുമ്പോൾ യുവിൻ്റെ വാല്യൂ കുറയും. പക്ഷെ അട്രാക്റ്റീവ് ആണെങ്കിൽ 6 കൂടുമ്പോൾ യുവിൻ്റെ വാല്യൂ എന്താ ചെയ്യുക? യുവിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുക. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് സാധാരണ പൊട്ടൻഷ്യൽ എനർജി. ഇനി നമ്മൾ സാധാരണ ഈ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇന്റർ അറ്റോമിക് സിസ്റ്റം അതൊന്ന് അറിഞ്ഞിരിക്കണം. യു ഓഫ് ഇന്റർ അറ്റോമിക് സിസ്റ്റം, ഇന്റർ അറ്റോമിക് സിസ്റ്റത്തിലെ പൊട്ടൻഷ്യേജിന്റെ ഫോർമുല എന്ന് പറയുന്നത് യു ഇസ് ഈക്വൽ ടു A/R⁻12 മൈനസ് B/R⁻6 ആണ്. ശ്രദ്ധിക്കുക, ഇന്റർ അറ്റോമിക് സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചു കഴിഞ്ഞാൽ A/R⁻12 മൈനസ് B/R⁻6. ഇതിൽ എയും ബിയും കോൺസ്റ്റൻസ് ആണ്. എയും ബി എന്താണ്? കോൺസ്റ്റൻസ് ആണ്. ഈ ആർ എന്ന് പറയുന്നത് ഇന്റർ അറ്റോമിക് സെപ്പറേഷൻ ആണ്. ആർ എന്ന് പറയുന്നത് ഇന്റർ അറ്റോമിക് സെപ്പറേഷൻ. ഇവരെ ഗ്രാഫ് സാധാരണ വരാറ് ഇവിടെ യുവും ആറും. നമ്മളിത് ന്യൂക്ലിയയിൽ പഠിക്കാനുണ്ട്. ശരിക്കും ഇങ്ങനെയാണ് ആ ഗ്രാഫ് വരിക. ന്യൂക്ലിയയിൽ നമുക്കിത് ഗ്രാഫ് പഠിക്കാനുണ്ട്. അത് ശ്രദ്ധിക്കുക, ഇന്റർ അറ്റോമിക് സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യേജിന്റെ ഫോർമുല യു ഇസ് ഈക്വൽ A/R⁻12 മൈനസ് B/R⁻6. ഇതിൽ എയും ബി ഒക്കെ കോൺസ്റ്റൻസ് ആണ്. ഈ ആറിന് ഇന്റർ അറ്റോമിക് സെപ്പറേഷൻ അത് ഇവിടെ വന്ന എന്താണ്? ഈ യുവിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആകുമ്പോൾ ആ ഫോഴ്സ് എന്തായിരിക്കും? റിപ്പൽസീവ് ആയിരിക്കും. ഇവിടെയൊക്കെ യു എന്താണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വന്നാൽ ആ ഫോഴ്സ് എന്തുമായിരിക്കും? അട്രാക്റ്റീവും ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇതാണ് ആ ഗ്രാഫ് വരിക. ഇന്റർ അറ്റോമിക് സിസ്റ്റത്തിൽ പോസിറ്റീവ്, ഇത് ഇക്വിലിബ്രിയം ആയിരിക്കും. പിന്നെ അത് നെഗറ്റീവും വരും. ക്ലിയർ? ഇത് റിപ്പൽസീവ്, ഇത് അട്രാക്റ്റീവ്. അപ്പോൾ പൊട്ടൻഷ്യേജ് എപ്പോഴും എന്താണ്? -du/dr ആണ്. നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ F = -du/dr. ആ യു എപ്പോഴും പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, സീറോ വരാം. ക്ലിയർ? അപ്പോൾ അതിന്റെ ഫിസിക്കൽ മീനിങ് ഒക്കെ അറിഞ്ഞിരിക്കും. പ്ലസ് വന്നാൽ എന്താണ് മീനിങ്, നെഗറ്റീവ് വന്നാൽ എന്താണ് മീനിങ് എന്ന്. ക്ലിയർ ആണോ? ഇവിടെ ശ്രദ്ധിക്കുക, അടുത്ത് നമ്മൾ പറയുന്നത് ഇക്വിലിബ്രിയം ആണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ വന്നു അല്ലേ? എന്തായിരുന്നു? F is equal to -du/dr. ഫോഴ്സ് is equal to നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇക്വിലിബ്രിയം. ശ്രദ്ധിക്കുക, ഈ പൊട്ടൻഷ്യൽ എനർജിയും ഫോഴ്സും വെച്ച് നമ്മൾ ഇക്വിലിബ്രിയം പറയുന്നു. നമുക്കറിയാം ഇക്വിലിബ്രിയം എന്നാണ് എന്താ അർത്ഥം? നെറ്റ് ഫോഴ്സ് സീറോ ആയിരിക്കും അല്ലേ? അപ്പോൾ ഏത് ഇക്വിലിബ്രിയം ആയിക്കോട്ടെ, ഇക്വിലിബ്രിയം എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫിസിക്കൽ മീനിങ് എന്താണ്? നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു സീറോ.
അപ്പോൾ ഇവിടെ ശരിക്ക് 3 ടൈപ്പ് ഇക്വിലിബ്രിയം ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അടുത്തത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, അടുത്തത് ന്യൂട്രൽ. അപ്പോൾ ഈ ഇക്വിലിബ്രിയത്തിനെ തന്നെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, ഇതെന്താണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ഇതെന്താണ്? ന്യൂട്രൽ. ക്ലിയർ അല്ലേ? അതൊരു പിക്ചർ വെച്ച് ഞാൻ ഈസി ആയിട്ട് എൻ്റെ എക്സ്പ്ലനേഷൻ തിയറി എഴുതുന്നതിനേക്കാട്ടും നല്ല എന്താണ്, നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാവാൻ. ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഒരു ബോഡി ഇവിടെ വെച്ചു, ഈ ബോഡി ഞാൻ ജസ്റ്റ് അങ്ങോട്ടേക്ക് സ്ലൈഡ് ചെയ്ത് എന്ത് ചെയ്യും? അയാൾ തിരിച്ച് അങ്ങോട്ട് തന്നെ വരും അല്ലേ? ഇപ്പോൾ ഇതേപോലത്തെ ഒരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് ഞാനൊരു ബ്ലൂ കളറിലുള്ള ഒരു ബോഡി വെച്ചിട്ടുണ്ട് അല്ലേ, ഒരു ബോൾ വെച്ചിട്ടുണ്ട്. ആ ബോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തു, അവിടെ ഇയാൾ മുകളിലോട്ട് പോകും ഇല്ല, ഇയാൾ ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അതിനെ നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. അങ്ങനത്തെ പൊസിഷൻ നമ്മൾ എന്താ പറയുക? സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേസ് ചെയ്തു, ഒരു ഫോഴ്സ് കൊടുത്തു, ജസ്റ്റ് ഡിസ്പ്ലേസ് ചെയ്തു, ഇറ്റ് റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് ഇനീഷ്യൽ, ഒറിജിനിലേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് തന്നെ വരും, ഇങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് തന്നെ വരിക. അതിനെ നമ്മൾ എന്ത് ഇക്വിലിബ്രിയം എന്ന് പറയുക? സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ക്ലിയർ? അടുത്ത എന്താണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇതേ സിസ്റ്റം ഇവിടെ കൊണ്ടുവച്ചു, ആ ബോൾ അവിടെ കൊണ്ടുവച്ചു, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു, അയാൾ താഴേക്ക് വീഴും, അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് ടച്ച് ചെയ്തു, താഴേക്ക് വീഴും അല്ലേ? ശരിയല്ലേ? അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ക്ലിയർ ആണോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ ഗോ എവേ, അയാളെ ഒറിജിനൽ പൊസിഷൻ എവേ ഡയറക്ഷനിലേക്ക് പോകും. അതാണ് എന്ത്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല, ഐദർ എവേ ഓർ ടുവേർഡ്സ്, രണ്ടിലേക്ക് വരാണ്ട് സ്റ്റേഷനറി ആയിട്ട് നിന്നാൽ നമുക്ക് എന്തെന്ന് പറയാം? ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ ജസ്റ്റ് ചിത്രം വരച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല, കാരണം അതിൻ്റെ തിയററ്റിക്കൽ പോയിന്റ്സ് ആണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം ആണ് നമ്മൾ പറയുന്നത്. ഇക്വിലിബ്രിയം 3 തരത്തിലുണ്ട്: സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ന്യൂട്രൽ. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബോൾ ഞാൻ ഇവിടെ വെച്ചു, ജസ്റ്റ് ഡിസ്പ്ലേസ് ചെയ്യുക, അങ്ങോട്ട് പോകും വീണ്ടും തിരിച്ചു തന്നെ വരും, ഇങ്ങോട്ട് പോകും വീണ്ടും തിരിച്ചു തന്നെ വരും. അതിനെ നമ്മൾ എന്താ പറയുക? സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അതേ ബോൾ ഞാൻ ഇവിടെ വെച്ചു, ജസ്റ്റ് ഡിസ്പ്ലേസ് ചെയ്താൽ അയാൾ എവേ ഡയറക്ഷനിൽ പോയി, തിരിച്ച് ഒറിജിനിലേക്ക് വരുന്നില്ല, ഇയാൾ താഴേക്ക് വീഴും, അതാണ് എന്ത്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐദർ ഗോ എവേ ഓർ ടുവേർഡ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാണ്ട് അയാൾ സ്റ്റേഷനറി ആയിട്ട് നിന്നാൽ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. ക്ലിയർ അല്ലേ? എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇക്വിലിബ്രിയത്തിലായി കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് എന്താവും? 0. എടാ, സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിക്കോട്ടെ, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിക്കോട്ടെ, ന്യൂട്രൽ ഇക്വിലിബ്രിയം ആയിക്കോട്ടെ, ഫോഴ്സ് എന്തായിരിക്കും? ഫോഴ്സ് 0 ആയിരിക്കും. കാരണം ഇക്വിലിബ്രിയത്തിലായി കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് എന്താണ്? 0. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്വിലിബ്രിയത്തിലായി കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0. അപ്പോൾ F0 ഇക്വിലിബ്രിയം ഏതാണെന്നൊരു പ്രശ്നമല്ല. ക്ലിയർ? ഫോഴ്സ് 0 ആയാൽ നമുക്കറിയാം ഫോഴ്സ് ആരാണ്? du/dr മൈനസ് du/dr ആണ് അല്ലേ? അപ്പോൾ ഈ മൈനസ് ഇങ്ങോട്ട് ഒന്ന് എന്തായാലും പോകുമല്ലോ. അപ്പോൾ du/dr എന്ത് കിട്ടി? 0. du/dr 0. ക്ലിയർ? കാരണം F0 ആയി. F0 ആയാൽ LHS 0 ആയാൽ RHS 0. ക്ലിയർ? അപ്പോൾ F0 ആയി കഴിഞ്ഞാൽ du/dr 0. അത് സ്റ്റേബിൾ ആയിക്കോട്ടെ, അൺസ്റ്റേബിൾ ആയിക്കോട്ടെ, ന്യൂട്രൽ ആയിക്കോട്ടെ, നെറ്റ് ഫോഴ്സ് 0. അപ്പോൾ du/dr 0. ക്ലിയർ? ഇനി du/dr 0 ആയാൽ u എന്താണ്? u ഈസ് നോട്ട് ചേഞ്ചിങ് എന്നല്ല അർത്ഥം. എടാ, du/dr 0 ആയാൽ du 0. എടാ, du 0 ആയാൽ യുവിനൊരു വാല്യൂ ഉണ്ടാവില്ലേ? ആ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് എവിടെയാണ് കിട്ടുക? ന്യൂട്രൽ. ഇത് മിനിമം എന്ന് പറയാം, ഇത് ഏറ്റവും താഴെയാണ് കിടക്കുന്നത്. താഴെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ u എന്തായിരിക്കും? ഒരു വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ അത് മിനിമം ആയിരിക്കും അല്ലെ? കാരണം du/dr 0 ആയാൽ, എടാ, du 0 ആയിരിക്കും. അപ്പൊ യുവിനൊരു വാല്യൂ ഉണ്ടാവില്ലേ? യു നമ്മൾ സാധാരണ കോൺസ്റ്റന്റ് എന്ന് പറയും. ആ കോൺസ്റ്റന്റ് ഒരു വാല്യൂ ഉണ്ടാവില്ലേ? ആ വാല്യൂവിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത് സ്റ്റേബിൾ, അൺസ്റ്റേബിൾ, ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിൽ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്താ പറയുന്നത്? du/dr 0 ആയി കഴിഞ്ഞാൽ യുവിന് ഒരു ഫിക്സഡ് വാല്യൂ ഉണ്ടാവില്ലേ? ആ ഫിക്സഡ് വാല്യൂ മിനിമം ആയിരിക്കും സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ. അപ്പൊ ആ യു വാല്യൂ മിനിമം ആയിരിക്കും ആർക്ക്? സ്റ്റേബിൾ. കാരണം ഏറ്റവും താഴെയാണ് ഇയാൾ ഇരിക്കുന്നത്. പൊസിഷൻ കാരണമാണ് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ നോക്കുക. അപ്പോൾ അത് ഏറ്റവും താഴെ ഇരിക്കുന്ന കാരണം അത് ഫിക്സ്ഡ് ആയിരിക്കും, പക്ഷെ അത് മിനിമം ആയിരിക്കും. പക്ഷെ ഇയാൾ ഹയസ്റ്റ് ആണ് ഇരിക്കുന്നത്. ഹയസ്റ്റ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ യു ഫിക്സ്ഡ് ആയിരിക്കും, മാക്സിമം ആയിരിക്കും. കാരണം du/dr 0 ആയാൽ യുവിന് ഒരു ഫിക്സഡ് വാല്യൂ ഉണ്ടാവും. ആ യുവിന്റെ ഫിക്സഡ് വാല്യൂ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ മാക്സിമം ആയിരിക്കും. ക്ലിയർ അല്ലേ? അടുത്തത് ന്യൂട്രൽ എന്താ സംഭവിക്കുക? അത് കോൺസ്റ്റന്റ് ആണ്. അത് എന്താണ്? എവേയും പോകുന്നില്ല, ടുവേർഡ്സും പോകുന്നില്ല അല്ലേ? ഇയാൾ എന്ത് ചെയ്യുന്നത്? എവേ പോയി തിരിച്ചു വന്നു, അതുകൊണ്ട് അത് മിനിമായി. ഇയാൾ ഹയസ്റ്റിലാണ്, അതുകൊണ്ട് മാക്സിമായി. ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാത്തതുകൊണ്ട് ആ വാല്യൂ എപ്പോഴും എന്തെടുക്കും? കോൺസ്റ്റന്റ് എടുക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഈ പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇക്വിലിബ്രിയം ആയി കഴിഞ്ഞാൽ ഇത് ഈ പൊസിഷനിൽ ഇരുന്നാൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം, ഇത് അൺസ്റ്റേബിൾ, ഇത് ന്യൂട്രൽ. ഏത് ഇക്വിലിബ്രിയം ആണെങ്കിലും ഫോഴ്സ് 0.
ഫോഴ്സ് 0 ആയാൽ du/dr 0. അപ്പോൾ du 0, u ഒരു ഫിക്സഡ് വാല്യൂ. അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ മിനിമം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ മാക്സിമം, ന്യൂട്രൽ കോൺസ്റ്റന്റ്. ഇനി ഞാനതൊരു ഗ്രാഫ് വരച്ച് കാണിക്കുകയാണ് അല്ലേ. നമ്മൾ ഈ പറഞ്ഞ ഇക്വിലിബ്രിയം നമ്മൾ എങ്ങനെയാണ് ഗ്രാഫ് എന്ന് ഐഡന്റിഫൈ ചെയ്യാന്ന്. ഓക്കെ, അപ്പോൾ അടുത്ത് ഞാൻ u വേഴ്സസ് ആറിന്റെ ഗ്രാഫ് എടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഞാൻ u പൊട്ടൻഷ്യൽ എനർജി എടുത്തിട്ടുണ്ട്, ഇവിടെ ഞാൻ r എടുത്തിട്ടുണ്ട്. ഒരു ഷേപ്പ് ഗ്രാഫ് ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഒരുപാട് പോയിന്റ്സ് ആ ഗ്രാഫിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ, ഇത് എഫ്. ഇത്രയും പോയിന്റ്സ് ഞാൻ ആ ഗ്രാഫിൽ എടുത്തിട്ടുണ്ട്. ഈ പോയിന്റ്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എടാ ആദ്യം നോക്ക് ബി എന്ന് പറഞ്ഞ പോയിന്റ്. ബി എന്ന് പറഞ്ഞ പോയിന്റ് ഈ ചിത്രവുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യും. എടാ ആ ഗ്രാഫിലെ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഈ ചിത്രവുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഇയാളല്ലേ വരിക? എടാ ബി ഇരിക്കുന്നത് ഇത് ഇരിക്കുന്ന പോലെ തന്നെയല്ലേ? നോക്ക്, ചിത്രവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിന്റെ പൊസിഷൻ ഇയാൾക്ക് തുല്യമല്ലേ? അപ്പൊ ബി എന്ത് ഇക്വിലിബ്രിയാണ്? ബി എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ക്ലിയർ ആണോ? ബി എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, ഇനി അടുത്തത് ഡി. ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. അതിന് മുമ്പ് പൊസിഷൻ നോക്കാം. ഡി ആരാണ്? ഡി ആർക്ക് തുല്യമാണ്? എടാ ഡി ഇയാൾക്ക് തുല്യല്ലേ? ഡി എന്ന് പറഞ്ഞ പോയിന്റ് ഇയാൾക്ക് ഇക്വലന്റ് അല്ലേ? ഈ ചിത്രത്തിന് ഇക്വലന്റ് അല്ലേ ഡി? അപ്പൊ ഡി എന്താണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഡി എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇനി നോക്കുക, ഈ ന്യൂട്രലിന് തുല്യമായ പോയിന്റ് ഏതാണ്? എഫ് അല്ലേ? ന്യൂട്രലിന് തുല്യമായിട്ടിരിക്കുന്ന പോയിന്റ് ഐഡന്റിക്കൽ ആയിട്ട് എഫ് അല്ലേ? അപ്പൊ എഫ് എന്താണ്? എഫ് ന്യൂട്രൽ ആണ്. എഫ് ന്യൂട്രൽ ആണ്. പിന്നെ നമ്മൾ വേറെ 1-2 പോയിന്റ് എടുത്തിട്ടുണ്ട്. സിയും അതേപോലെ തന്നെ എയും ഇ ഒക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഇപ്പൊ പറഞ്ഞ സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ന്യൂട്രൽ ഇക്വിലിബ്രിയം ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ കാണിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എങ്ങനെയാണ് കാണാം? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏത് ഗ്രാഫിന്റെ സ്ലോപ്പും du/dr അല്ലേ? എടാ y/x കണ്ടാലല്ലേ സ്ലോപ്പ് കിട്ടുക? y ആക്സിൽ u, x ആക്സിൽ r. അപ്പൊ du/dr കണ്ടാൽ സ്ലോപ്പ് കിട്ടൂലേ? dy/dx, y2 - y1/x2 - x1, u2 - u1/r2 - r1, അല്ലെങ്കിൽ du/dr. അപ്പൊ ഈ ഗ്രാഫിന്റെ du/dr കണ്ടാൽ സ്ലോപ്പ് കിട്ടൂലേ? ക്ലിയർ അല്ലേ? അവ ശ്രദ്ധിക്കുക. എടാ ഇനി നമുക്കറിയാം, ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തു. ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് ആരാണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. അത് മനസ്സിലായല്ലോ. ബി എന്ന് പറഞ്ഞ പോയിന്റ് ചിത്രം നോക്കിയാൽ മനസ്സിലാവും, സ്റ്റേബിൾ ഇക്വിലിബ്രിയം. എടാ അവിടെ സ്ലോപ്പ് ഉണ്ടോ? ഇല്ല. കാരണം ഇതിവിടെ ഇരിക്കുന്നത്, ഇവിടെ സ്ലോപ്പ് വരയ്ക്കാൻ പറ്റും. എടാ സ്ലോപ്പ് എങ്ങനെയാ വരയ്ക്കുക? ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല നമ്മൾ സ്ലോപ്പ് വരയ്ക്കുക, ഇങ്ങനെയല്ല സ്ലോപ്പ് വരയ്ക്കുക. ഇവിടെ സ്ലോപ്പ് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ സ്ലോപ്പ് 0 ആണ്. അപ്പൊ സ്ലോപ്പ് du/dr 0. കാരണം നമുക്ക് ഓൾറെഡി കിട്ടി du/dr 0 അല്ലേ? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ du/dr ആരാണ്? 0. അതാ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. കാരണം ഗ്രാഫിന്റെ സ്ലോപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇവിടെ ചെരിവുള്ള സ്ഥലത്തല്ലേ സ്ലോപ്പ് കാണാൻ പറ്റുള്ളൂ, ചെരിഞ്ഞിരിക്കുന്ന സ്ഥലത്തല്ലേ നമുക്ക് സ്ലോപ്പ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ യു എന്ന് പറഞ്ഞ പോയിന്റിൽ സ്ലോപ്പ് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് സ്ലോപ്പ് du/dr 0. ക്ലിയർ. പിന്നെ അതിൽ ഒരു പോയിന്റ് കൂടി ശ്രദ്ധിക്കണം, d²u/dr² പോസിറ്റീവ് ആയാൽ, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നു എന്ന് വിചാരിക്കുക. ആ ഫംഗ്ഷനെ നിങ്ങൾ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇപ്പോൾ u എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ax² - bx അങ്ങനെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നു വിചാരിക്കുക. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? du/dr 0 ആയി കഴിഞ്ഞാൽ നമുക്കത് ഇക്വിലിബ്രിയം എന്ന് മനസ്സിലാവും. du/dr 0 ആയി കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം എന്ന് മനസ്സിലാവും. d²u ഒരിക്കൽ കൂടി സെക്കൻഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലേ? നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടൂലേ? അതേപോലെ തന്ന u എന്ന് പറഞ്ഞ ഫംഗ്ഷനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആൻസർ പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് അതിന് എന്തെന്ന് പറയാം? സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. അപ്പൊ ശ്രദ്ധിക്കുക, തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് മുന്നേ എക്സാമിന്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ഗ്രാഫ് വരച്ച് എഴുതുക. ബി എന്ന് പറഞ്ഞ പോയിന്റ് ആരാണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പൊ അവിടുത്തെ ഫോഴ്സ് നമുക്കറിയാം 0 എന്ന് അല്ലേ? അപ്പൊ സ്ലോപ്പ് du/dr = 0. അപ്പൊ f 0 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ. പിന്നെ അതിന്റെ d²u/dr² കണ്ടാൽ പോസിറ്റീവ് ആയിരിക്കും. അതൊന്നും നോട്ട് ചെയ്യുക. d²u/dr² ആരായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോഴാണ് നമുക്കത് സ്റ്റേബിൾ ആണെന്ന് മനസ്സിലാവുക. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഒക്കെ ഡി. ഈ ഡി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം നമുക്ക് മനസ്സിലായി. ഡി എന്ന് പറഞ്ഞ പോയിന്റ് ആരാണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം അല്ലേ? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അവിടെയും du/dr ആരാണ്? 0. സ്ലോപ്പ് കണ്ടാൽ നിങ്ങൾക്ക് അവിടെ സ്ലോപ്പ് കാണാൻ കഴിയില്ല. അപ്പോൾ സ്ലോപ്പ് du/dr 0. അപ്പൊ f 0. ക്ലിയർ. പക്ഷെ അയാളെ സെക്കൻഡ് ഓർഡർ d²u/dr² നെഗറ്റീവ് ആയാൽ അപ്പോഴാണ് നമ്മൾ അൺസ്റ്റേബിൾ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഒക്കെ വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ തന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഫംഗ്ഷൻ തന്നെ ഈ ഫംഗ്ഷനിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾ സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? d²u/dr² കാണുക, 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. തന്ന ഫംഗ്ഷനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ d²u/dr² കിട്ടും. അത് നെഗറ്റീവ് ആണെങ്കിൽ അതെന്താണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ d²u/dr² നെഗറ്റീവ് ആയാൽ അൺസ്റ്റേബിൾ. ക്ലിയർ.
ഇനി അടുത്തത് നോക്കുക, എഫ് എന്ന് പറഞ്ഞ പോയിന്റ്. എഫിൽ സ്ലോപ്പ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റില്ല, കാരണം അത് ഇക്വിലിബ്രിയാണ്. എഫ് എന്ന് പറഞ്ഞ പോയിന്റ് ന്യൂട്രൽ ആണ് അല്ലെ, എഫ് എന്ന് പറഞ്ഞ പോയിന്റ് ന്യൂട്രലിന് തുല്യമാണ്. എഫ് ന്യൂട്രൽ, അപ്പോഴും du/dr ആരാണ്? 0. അയാളെ സെക്കൻഡ് ഓർഡർ നിങ്ങൾക്ക് 0 തന്നെ കിട്ടി വിചാരിക്കാം. അപ്പൊ du/dr 0 കിട്ടി, അപ്പൊ എഫ് 0. അയാളെ സെക്കൻഡ് ഓർഡർ d²u/dr² 0 കിട്ടിയാൽ അയാൾ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് മനസ്സിലാക്കാം. ക്ലിയർ? അപ്പൊ ഈ 3 കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ ഗ്രാഫിൽ നിന്ന് ബി സ്റ്റേബിൾ ഇക്വിലിബ്രിയം, ഡി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, എഫ് എന്താണ്? ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഇവിടെ എല്ലാത്തിലും du/dr 0, സ്ലോപ്പ് കണ്ടാൽ 0 കിട്ടും. ഇവിടെ സ്ലോപ്പ് കണ്ടാലും ഇവിടെ സ്ലോപ്പ് വരയ്ക്കാൻ പറ്റില്ല, ചെരിവില്ല അല്ലെ. ഇവിടെ സ്ലോപ്പ്, ഇവിടെ സ്ലോപ്പ്, ഇവിടെ സ്ലോപ്പ് ഒക്കെ 0, സ്ലോപ്പ് 0 ആയാൽ du/dr 0, എഫ് 0. ക്ലിയർ? ഇനി അയാൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഫംഗ്ഷൻ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ d²u/dr² പോസിറ്റീവ് കിട്ടിയാൽ അല്ലെ, തന്ന ഫംഗ്ഷനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ d²u/dr² പോസിറ്റീവ് കിട്ടിയാൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം, d²u/dr² നെഗറ്റീവ് കിട്ടിയാൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, d²u/dr² 0 കിട്ടിയാൽ ന്യൂട്രൽ ഇക്വിലിബ്രിയം. ക്ലിയർ ആണോ? അപ്പൊ ഇതൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അടുത്ത ഞാൻ ശ്രദ്ധിക്കുന്നത് സി എന്ന് പറഞ്ഞ പോയിന്റ്. എടാ സി എന്ന് പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് സ്ലോപ്പ് വരയ്ക്കുക, ഇങ്ങനെയല്ല സ്ലോപ്പ് വരയ്ക്കുക. എടാ സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്ലോപ്പ് എടുത്തൂടെ? അപ്പോൾ സ്ലോപ്പ് കിട്ടും. ആ സ്ലോപ്പ് പക്ഷേ പോസിറ്റീവ് ആവില്ലേ? എടാ നമ്മൾ ശ്രദ്ധിക്കുക, ഗ്രാഫ് നമ്മൾ ഇങ്ങനെയും വരയ്ക്കുക, ഇങ്ങനെയും വരയ്ക്കുക. ഇങ്ങനെ വരച്ച സ്ലോപ്പ് ആരാണ്? പോസിറ്റീവ്. ഇങ്ങനെ വരച്ച സ്ലോപ്പ് ആരാണ്? നെഗറ്റീവ് അല്ലേ? മാത്സിൽ പഠിച്ചില്ലേ? അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഇപ്പോൾ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ ഈ സ്ലോപ്പ് ആരാണ്? പോസിറ്റീവ്. ഈ സ്ലോപ്പ് ആരാണ്? നെഗറ്റീവ്. ഇപ്പൊ നോക്കുക, സി എന്ന് പറഞ്ഞ പോയിന്റിലെ സ്ലോപ്പ് du/dr പോസിറ്റീവ് ആയിരിക്കും. സംശയം ഉണ്ടോ? എടാ അത് ലോജിക്ക്. ഇങ്ങനെ വന്നാൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് കിട്ടും, ശരിയല്ലേ? അപ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തായാലും സ്ലോപ്പ് 0 അല്ല എന്ന് മനസ്സിലായില്ലേ? കാരണം നമുക്ക് ഇവിടെ സ്ലോപ്പ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റിലെ സ്ലോപ്പ് du/dr പോസിറ്റീവ്. എടാ സ്ലോപ്പ് പോസിറ്റീവ്, du/dr പോസിറ്റീവ് ആയാൽ ഫോഴ്സ് നെഗറ്റീവ് ആയിരിക്കും. കാരണം എഫ് സീക്കൽ എന്താണ്? -du/dr ആണ്. അപ്പോൾ കോൺസെപ്റ്റ് ലോജിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എഫ് സീക്കൽ -du/dr ആണ്. അപ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് കിട്ടിയാൽ du/dr പോസിറ്റീവ് ആയ നെഗറ്റീവ് ഇങ്ങോട്ട് വരണ്ടേ അല്ലേ? എടാ du/dr പോസിറ്റീവ് കിട്ടിയാൽ ഈ നെഗറ്റീവിന് ഇങ്ങോട്ട് കൊണ്ടേ, അപ്പോൾ ഫോഴ്സ് ആരായി? നെഗറ്റീവായി. അപ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റിലെ സ്ലോപ്പ് എവിടെ സ്ലോപ്പ് du/dr ആണ്. ഈ ഗ്രാഫിന്റെ ഏത് പോയിന്റിൽ നോക്കിയാലും du/dr ആണ് സ്ലോപ്പ്. അത് പോസിറ്റീവാണ്. സ്ലോപ്പ് പോസിറ്റീവ് ആയാൽ ഫോഴ്സ് ആരായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഫോഴ്സ് നെഗറ്റീവ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സ് അർത്ഥം. ക്ലിയർ? ഇനി അടുത്തത് എ എന്ന് പറഞ്ഞ പോയിന്റ് നോക്കുക. എ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ അല്ലേ? ഇത് കുറഞ്ഞു വരണം, ഡിക്രീസ് ചെയ്യണം. അപ്പോൾ സ്ലോപ്പ് ആരാവും? എ എന്ന് പറഞ്ഞ പോയിന്റിലെ സ്ലോപ്പ് നെഗറ്റീവ്. ഇവിടെ സ്ലോപ്പ് നെഗറ്റീവ് ആയാൽ നെഗറ്റീവ് സ്ലോപ്പ്, അപ്പോൾ ഫോഴ്സ് ആരാണ്? പോസിറ്റീവ്. എടാ ഇവിടെ നെഗറ്റീവ് വന്നാൽ ഫോഴ്സ് ആരാണ്? പോസിറ്റീവ്. ക്ലിയർ? അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ്, എന്റെ അതേ സംഭവം തന്നെ എവിടെയും വരാം, ഇയിലും വരാം. എടാ എയും ഇ ഒക്കെ സെയിം ആണ്, എയും ഇ ഒക്കെ സെയിം ആണ്. അവിടെ രണ്ടിടത്തും സ്ലോപ്പ് എന്താ വരിക? ഡിക്രീസ് ചെയ്യണം. സ്ലോപ്പ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ du/dr നെഗറ്റീവ്, du/dr നെഗറ്റീവ് ആയാൽ ഫോഴ്സ് പോസിറ്റീവ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ കോൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? കാരണം തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ചിത്രം വരച്ചിട്ട് ഇതിൻ്റെ ലോജിക്കുകളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. സ്റ്റേബിൾ, അൺസ്റ്റേബിൾ, ന്യൂട്രൽ ഒക്കെ ഏത് ഇക്വിലിബ്രിയം ആണെങ്കിലും du/dr എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആണോ? ഞാനൊരു എക്സാമ്പിൾ തരാം, അപ്പോൾ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആവും. അപ്പോൾ ഏകദേശം ഇത് മനസ്സിലായില്ല തിയറി. അപ്പോൾ ഈ എല്ലാ പോയിന്റുകളും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഷോർട്ട് ആക്കിയിട്ട് എഴുതിയാൽ മതി, അല്ലാതെ വളരെ ഡീറ്റെയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ആ പോയിന്റുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. ആ സ്ലോപ്പുകളൊക്കെ അറിഞ്ഞിരിക്കുക, സ്ലോപ്പ് ഓരോ സ്ലോപ്പും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസും അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് ഇക്വിലിബ്രിയം അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ തരാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ ഏകദേശം ആ കോൺസെപ്റ്റ് ക്ലിയർ ആവും. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ കൺസർവേറ്റീവ് സിസ്റ്റം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ കൺസർവേറ്റീവ് സിസ്റ്റം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ട് ഈ പൊട്ടൻഷ്യലിറ്റി ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഏത് ഫോഴ്സ് ഫീൽഡിലാണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിലാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിറ്റി ആണെങ്കിലും ശരി, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊട്ടൻഷ്യലിറ്റി ആണെങ്കിലും ശരി, ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിലാണ്. ആ കൺസർവേറ്റീവ് ഫോഴ്സ്, ആ ടോപ്പിക്ക് കൃത്യമായിട്ട് അറിയണം. നമ്മളത് പറഞ്ഞിട്ടുണ്ട് ലെവൽ 1 കൺസർവേറ്റീവ്, നോൺ കൺസർവേറ്റീവ്. A potential energy of a conservative system is U equal to ax square minus bx. U equal to ax square minus bx. അതിൽ എയും ബിയും കോൺസ്റ്റൻസ് ആണ്. എയും ബി എന്താണ്? എ ബി ഒക്കെ പോസിറ്റീവ് കോൺസ്റ്റൻസ് ആണെന്ന് പറഞ്ഞത്. എ ബി പോസിറ്റീവ്
constants. Find equilibrium position. Find equilibrium position. അപ്പോൾ അതിന്റെ equilibrium position കണ്ടുപിടിക്കണം. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. Discuss whether equilibrium is the equilibrium is stable, unstable or neutral. Clear? അപ്പോൾ ശ്രദ്ധിക്കുക, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ കൺസർവേറ്റീവ് സിസ്റ്റം. അപ്പോൾ യു തന്നിട്ടുണ്ട് അല്ലേ? യു എത്രയാണെന്നുള്ളത്? യു ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ മൈനസ് ബി എക്സ് ആണ് അല്ലെ? എയും ബി ഒരു പോസിറ്റീവ് കോൺസ്റ്റൻസ് ആണ്. ഫൈൻഡ് ഇക്വിലിബ്രിയം പൊസിഷൻ. ആദ്യം ചോദിച്ചുള്ളത് ഇയാളെ ഇക്വിലിബ്രിയം പൊസിഷൻ കണ്ടുപിടിക്കണം. പിന്നെ അടുത്ത എന്താണ്? ഈ പാർട്ടിക്കിൾ ഇപ്പോൾ സ്റ്റേബിൾ ആണോ, അൺസ്റ്റേബിൾ ആണോ, ന്യൂട്രൽ ആണോ? ക്ലിയർ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാൻ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ്. എടാ 6 ആണെങ്കിൽ 6, ഇവിടെ 6 തന്നാൽ 6 എടുക്കുക, എക്സ് തന്നാൽ 1 ഡയമെൻഷൻ അല്ല, അപ്പോൾ ഡി യു ബൈ ഡി എക്സ് എടുത്താൽ മതി അല്ലേ? നമ്മുടെ ഫോർമുല എന്താണ്? മൈനസ് ഡി യു ബൈ ഡി ആർ ആണ്. ഡി ആർ എപ്പോഴാണ് ഉപയോഗിക്കുക? 3 ഡയമെൻഷനിലോ 2 ഡയമെൻഷനിലോ ഒക്കെ വരുന്ന സമയത്ത്. ജസ്റ്റ് 1 ഡയമെൻഷനിലാണെങ്കിൽ എക്സ് മാത്രം വെച്ച് ചെയ്യുക, വൈ ആണെങ്കിൽ വൈ മാത്രം വെച്ച് ചെയ്യുക. ഇത് ചിലപ്പോൾ എ ആർ സ്ക്വയർ തരും, അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം. എ എക്സ് സ്ക്വയർ എന്ന എക്സ് വെച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ, കൺഫ്യൂഷൻ വേണ്ട. ക്ലിയർ? അപ്പോൾ എന്തായാലും എഫ് ഫിസിക്കൽ മൈനസ് ഡി യു ബൈ ഡി എക്സ് 0 ആവണം, അപ്പോഴാണ് ഇക്വിലിബ്രിയം ആവുള്ളൂ. എടാ ഇക്വിലിബ്രിയം പൊസിഷനാണ് ചോദിച്ചുള്ളത്. ഫൈൻ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം ആവണമെങ്കിൽ എന്ത് ചെയ്യണം? എഫ് 0 ആവണം. എഫ് 0 ആണെങ്കിൽ മൈനസ് ഡി യു ബൈ ഡി എക്സ് എന്താവണം? 0 ആവണം. അപ്പോൾ എന്താ സംഭവിക്കുക? മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ്? എ എക്സ് സ്ക്വയർ മൈനസ് ബി എക്സ് ആരാവണം? 0 ആവണം. എ എക്സ് സ്ക്വയർ മൈനസ് ബി എക്സ് 0 ആവണം അല്ലേ? മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് സ്ക്വയർ മൈനസ് ബി എക്സ് 0 ആവണം, അപ്പോഴല്ലേ ഇക്വിലിബ്രിയം. അപ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്തായാലും മൈനസ് എ കോൺസ്റ്റന്റ് എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ എന്താ വരിക? 2x. എടാ എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ 2x, കാരണം ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഒന്നും വേണ്ട, 1 ഡയമെൻഷനിലാണ്. അപ്പോൾ മൈനസ് എ ഇൻറ്റു 2x മൈനസ് ബി കോൺസ്റ്റന്റ് എക്സിന്റെ ഡിഫറൻസിയേഷൻ 1 ഈക്വൽ ടു എന്ത് കിട്ടും? 0. അപ്പോൾ എന്ത് കിട്ടി? 2ax മൈനസ് 2ax പ്ലസ് ബി ഈക്വൽ ടു ആരായി? 0 ആയി. ശരിയല്ല? മൈനസ് 2ax പ്ലസ് ബി ഈക്വൽ ടു ആരായി? 0 ആയി. ക്ലിയർ? അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? പൊസിഷൻ കാണണം. ഫൈൻ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ എന്ത് കിട്ടി? ബി ഈക്വൽ ടു 2ax. അപ്പോൾ എക്സ് എന്ത് കിട്ടി? b ബൈ 2a. ഇതാണ് പൊസിഷൻ. അപ്പോൾ ആ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയം ആവാനുള്ള പൊസിഷൻ ചോദിച്ചാൽ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പൊസിഷൻ എക്സ് ആർക്ക് തുല്യമാണ്? എക്സ് ഇസ് ഈക്വൽ ടു b ബൈ 2a. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. തന്ന ഫംഗ്ഷനെ ഇക്വിലിബ്രിയം ആണെങ്കിൽ ഏതായാലും നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ആ എക്സ് എന്ന പൊസിഷൻ കണ്ടുപിടിക്കുക. എക്സ് സിക്കൽ എന്ത് കിട്ടി? b ബൈ 2a. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇയാളെ ഇക്വിലിബ്രിയം പൊസിഷൻ മനസ്സിലായി, എക്സ് സിക്കൽ b ബൈ 2a എന്ന്. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഡിസ്കസ് വെദർ ദ ഇക്വിലിബ്രിയം ഈ സ്റ്റേബിൾ ആണോ, അൺസ്റ്റേബിൾ ആണോ, ന്യൂട്രൽ ആണോ എന്ന്. അതിനെന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ഓർഡർ കാണുക. ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ 6 ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ? 6ലാണ് തന്നെങ്കിൽ ഡി സ്ക്വയർ യു ബൈ ഡി ആർ സ്ക്വയർ കാണണം. ഇത് എക്സ് ആയ കാരണം ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ. ഇതിന്റെ വാല്യൂ എത്ര കിട്ടുക? 2 ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ഇതിപ്പോൾ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? അത് ഡി സ്ക്വയർ യു ആട്ടോ. പിന്നെ സൈനൊന്നും നോക്കണ്ട, ഇവിടെ ഒരു നെഗറ്റീവ് വരുന്നത് നേരത്തെ ചെയ്തത്. അത് ജനറൽ ഫോഴ്സിന്റെ ഫോർമുലയാണ്, കൺഫ്യൂഷൻ വേണ്ട. എഫ് ആണെന്ത്? മൈനസ് ഡി യു ബൈ ഡി എക്സ്. സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടാൽ മതി. അപ്പൊ ഡി യു ബൈ ഡി എക്സ് എന്താണ്? ഡി യു ബൈ ഡി എക്സ് എന്താണ്? ഇയാളെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 2ax മൈനസ് ബി വരും. ശരിയല്ലേ? നെഗറ്റീവ് വരില്ല. നെഗറ്റീവ് വരാത്ത എന്തുകൊണ്ടാണ്? ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോഴേ നെഗറ്റീവ് വരുള്ളൂ അല്ലേ? കണ്ടീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടാൽ മതി. അപ്പൊ ഡി യു ബൈ ഡി എക്സ് ആരാണ്? 2ax മൈനസ് ബി ആണ്. ഇതിനെ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് എക്സ്. ഇനി ഇയാൾ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 2 കോൺസ്റ്റന്റ് എ കോൺസ്റ്റന്റ് എക്സിന്റെ ഡിഫറൻസിയേഷൻ 1 അല്ലേ? പിന്നെ മൈനസ് ബി കോൺസ്റ്റന്റ് 0 അല്ലേ? അപ്പൊ 2a ഇൻറ്റു 1 മൈനസ് 0 വരും. ശരിയല്ലേ? കാരണം ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 കോൺസ്റ്റന്റ് എ കോൺസ്റ്റന്റ് എക്സിന്റെ ഡിഫറൻസിയേഷൻ 1 കോൺസ്റ്റന്റ് മാത്രം വന്നാൽ 0. അപ്പൊ എന്ത് കിട്ടി? 2a കിട്ടി. എടാ ഈ വാല്യൂ പോസിറ്റീവ് അല്ലേ? 2a കിട്ടിയപ്പോൾ വാല്യൂ എന്ത് കിട്ടി? പോസിറ്റീവ് കിട്ടി. ക്ലിയർ? 2a കിട്ടിയപ്പോൾ വാല്യൂ പോസിറ്റീവ്. അപ്പോൾ ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ പോസിറ്റീവ് ആയാൽ എന്ത് ഇക്വിലിബ്രിയം ആണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ക്ലിയർ ആണോ?
കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പോൾ ഇത്രേ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. ക്ലിയർ അല്ലേ ഇക്വിലിബ്രിയം എന്നുള്ള കോൺസെപ്റ്റ്?